തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കും. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഒരു വാത്സല്യമായ സർവ്വസ്നാഥ, എത്രത്തോളം ഞങ്ങളെ വഴിനിർത്തി നന്മകൾക്കായ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കുന്ന വലിയ സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കൃപകളുടെ നിറവിൽ തൻ്റെ ജനത്തെ നയിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയൻ അങ്ങനെ കർത്താവേ, വചനം ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിനെത്തിക്കുവാൻ വചനം ഞങ്ങളുടെ കേൾക്കുന്നവർക്ക് കർത്താവേ, അത് ജീവിതത്തിൽ ഒരു ക്രിയയെ തക്കോണം എവിടെയാണ് ഞങ്ങളുടെ വീഴ്ചകളെന്ന് മനസ്സിലാക്കി അതിനെ നികത്തിക്കൊണ്ട് മുന്നേറുവാൻ ഇടയാക്കുന്നത്. കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാത്തിനുപരി കർത്താവ് വചനത്തിനെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള ശ്രേഷ്ഠ കൃപ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും പേര് ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് ഒരു പേരിൽ നിന്ന് അവൻ ഏത് ജാതിയോ മതമോ എന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും പഴയ കാലത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ അവൻ്റെ ജാതിയായാലും മതമായാലും ഏത് കുടുംബമായെന്ന് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ബോധ്യമാകുമായിരുന്നു. ആ കാലയളവിൽ പലപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബപ്പേരും നമ്മുടെ പേരും വെച്ചായിരിക്കും നമുക്ക് ലഭ്യമാകുന്ന സ്വീകരണങ്ങളും ഒക്കെ. കാലങ്ങൾ മാറിയതോട് ഇന്നത്തെ ആധുനിക സാഹചര്യങ്ങളിൽ പലപ്പോഴും കുടുംബപ്പേര് തന്നെ ഇല്ലാതായ അവസ്ഥകളിൽ പല പേരിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. 3 പേരും 3 വ്യത്യസ്തമായ ഒരു പേരായി മാറും. അപ്പോൾ ഏത് കുടുംബത്തിൽ നിന്നാണോ ആ കുടുംബ മഹിമയ്ക്കൊക്കെ അർത്ഥമില്ലാത്തൊരു കാലയളവിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറകളുടെ ജീവിതങ്ങളിൽ അവർക്ക് ഇതിനെപ്പറ്റി അത്ര വലിയ ഒരു തീഷ്ണതയോ അതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു വലിയ ആവശ്യമോ അവർ കാണുന്നില്ല. ഓരോ വ്യക്തിത്വം അവരുടേതായ ഒത്തവണ്ണം ആയിത്തീരുവാൻ വേണ്ടി. പക്ഷെ നാം ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരുടെയും പേര് വ്യക്തതയോടെ അറിയുന്ന ദൈവമാണ്. ആത്മീയ മേഖലകളിൽ പ്രത്യേകിച്ചും നാം കടന്നു വരുമ്പോൾ, നാം ദേവാലയങ്ങളിൽ കടന്നു വരുമ്പോൾ ഒരു മുഖം മൂടി വെച്ച് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥമായ വ്യക്തിത്വത്തെ മറയ്ക്കുന്ന അവസ്ഥയാണ്. നാം എവിടെയായിരുന്നു നമ്മുടെ വ്യക്തിത്വം ഒരുപോലെ ആയിരിക്കണം. അത് ദേവാലയത്തിലായാലും സാമൂഹ്യ മേഖലകളിലായാലും കുടുംബത്തായാലും ഭവനത്തിലായാലും എവിടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം ഒരു വ്യക്തി സ്വന്തം പേര് മാറ്റിപ്പറഞ്ഞ് അനുഗ്രഹം മേടിച്ച അവസ്ഥ. പക്ഷെ അതേ വ്യക്തി ദൈവസന്നിധിയിൽ പിന്നെ ദൈവം അവനോട് നിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ അന്ന് അവൻ്റെ യഥാർത്ഥ പേര് പറയുന്ന അവസ്ഥ. ആ ആദ്യത്തെ ചതിവിലേക്ക് യഥാർത്ഥത്തിൽ നയിക്കുന്നത് സ്വയമായിട്ടുള്ളൊരു ചിന്തയിൽ കൂടെ അല്ലെങ്കിലോ അവൻ്റെ മാതാവാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. ആ ചതിവിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി എങ്ങനെ തൻ്റെ സ്വന്തം പിതാവിനെ ചതിച്ച് അനുഗ്രഹം മേടിക്കുവാൻ കഴിയുമെന്നുള്ള എല്ലാ കാര്യങ്ങളും മാതാവാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്നും ആധുനിക മേഖലകളിൽ ഇപ്പോഴുള്ള മാതാക്കളുണ്ട്. മക്കളിൽ വേർതിരിവ് കാണിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന മാതാക്കൾ. പക്ഷെ തന്മൂലം അത് എന്താണ് എവിടേക്കാണ് വന്ന് ഭവിക്കുന്നതെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. പക്ഷെ ഇവിടെ അപ്രകാരം കടന്നുപോയെങ്കിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ വ്യക്തിയെ പറ്റി. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റത്തക്കവണ്ണം ദൈവം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതും ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്രമാത്രം പറഞ്ഞപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണും. യാക്കോബിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഉൽപ്പത്തി പുസ്തകം 32:27 ഇപ്രകാരമാണ് യഹോവയുടെ ദൂതൻ ചോദിക്കുന്നത്:
നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചു. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചു. യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഒറ്റ ചോദ്യത്തിൽ അവൻ പറയുന്നു, എൻ്റെ പേര് യാക്കോബ്. അതേസമയം അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഗ്രഹങ്ങൾ ചതിയോടെ പിടിച്ചു വാങ്ങുമ്പോൾ തൻ്റെ പിതാവിനോട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവിടെ താൻ ഏശാവാന്ന് സ്ഥാപിക്കത്തക്കോണം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27:18 വായിക്കുമ്പോൾ അവൻ പിതാവിന്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് പറഞ്ഞു. അവൻ ഞാനിതാ നീ ആരാകുന്നു മകനെ എന്ന് ചോദിച്ചു. മകനെ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെക്കുറെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്ന്. അവരുടെ പേരും അവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ പോലും ആ വ്യക്തിത്വം കാണുവാൻ കഴിയും. അവരുടെ പ്രതികരണങ്ങളായാലും അവരുടെ വാക്കുകളായാലും അവരുടെ സംസാര രീതിയായാൽ പോലും അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ തൻ്റെ മകനായ യാക്കോബ് അടുക്കൽ ചെന്ന് അപ്പാന്ന് വിളിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ അങ്ങനെ ഒരു ചോദ്യം ഇസ്ഹാക്ക് ചോദിക്കണമെങ്കിൽ യാക്കോബിൻ്റെ ശബ്ദത്തിലൊരു വേർതിരിവ് വന്നു കാണും, ഒരു മാറ്റം വന്നു കാണും. അപ്പാന്ന് പറയുന്നത് പോലും ഇശാവിൻ്റെ ഒരു രീതിയിലായിരുന്നായിരിക്കണം. പക്ഷെ അത് പൂർണ്ണമായി ഇശാവിൻ്റെ രീതിയിലാകാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അത് കഴിഞ്ഞ് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ 27:19 വായിക്കുമ്പോൾ യാക്കോബ് പിതാവിനോട് ഞാൻ നിന്റെ ആദ്യജാതനായ ഏശാവാണ്. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് ഞാൻ കൊണ്ടുവന്ന വേട്ടയിറച്ചിയിൽ നിന്ന് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് ഈശാവോട് പറയുന്നുണ്ട്, നീ പോയി എനിക്ക് വേണ്ടി വേട്ടയിറച്ചി കൊണ്ടുവന്ന് ആ പിതാവിന് ഇഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് നൽകിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് മാതാവ് കേട്ടുകൊണ്ട് മാതാവ് രണ്ടാമത്തെ മകനിൽ കൂടെ ആ അനുഗ്രഹം മൂത്ത മകനായ ഏശാവിന് പോകാതിരിക്കുവാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ കാരണമാണ് ഇവിടെ അവൻ ഇപ്രകാരം പറയുന്നത്. അതായത്, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിരിക്കുന്നു, എഴുന്നേറ്റ് ഞാൻ കൊണ്ടുവന്ന വേട്ടയിറച്ചി നീ ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കും. എത്ര ധൈര്യത്തോടാണ് പറയുന്നത്. അതാ, ഞാൻ നിന്റെ ആദ്യജാതനായ ഏശാവാണ്. അവിടെ നാം വേണമെങ്കിൽ പറയാം ഞാൻ ഏശാവാണെന്ന് പറയാം. പക്ഷേ ഇവിടെ അത് ഒരു വ്യക്തതയോട് പറയുകയാണ്, ഞാൻ നിന്റെ ആദ്യജാതനായ ഏശാവാണ്. സ്വന്തം പിതാവിനെയാണ് കബളിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ വേണ്ടി. അതിൻ്റെ 27:20 വായിക്കുമ്പോൾ ഇസ്ഹാക്ക് തന്റെ മകനോട് മകനെ ഇത്ര വേഗത്തിൽ നിനക്ക് ഇത് കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചു. നിന്റെ ദൈവമായ യഹോവ എന്റെ അടുക്കൽ എത്തിച്ചു എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പനും ഒരു സംശയം, ഇത്ര വേഗം വേട്ടയിറച്ചി കിട്ടുക മാത്രമല്ല ഇസ്ഹാക്കിന് ഇഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ ഇത്ര വേഗം എങ്ങനെ കിട്ടിയത്? അവിടെ പറയുന്നത് നിന്റെ ദൈവം, അതായത് അവൻ്റെ അപ്പൻ്റെ ദൈവം, വിശ്വസ്തനായ ദൈവം അവന് വേണ്ടി ഒരുക്കി കൊടുത്തെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ചതിയല്ലേ ചെയ്യുന്നത്. അവൻ ഭവനത്തിലുള്ള ആട്ടിൻകുട്ടിയെ ആണ് ഉപയുക്തമാക്കുന്നത്. പക്ഷേ അവിടെയും പറയുന്നത് നിന്റെ ദൈവം, അതായത് തൻ്റെ പിതാവിൻ്റെ ദൈവം വിശ്വസ്തനെന്ന് അറിയുന്ന യാക്കോബാണ് അത് പറയുന്നത്. എന്നിട്ട് പോലും അവിടെ അവൻ ചതിക്കുവാൻ തയ്യാറായിരിക്കുന്നു. അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ 27:21-22 വായിക്കുമ്പോൾ
അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട്, അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട്, മകനെ അടുത്തു വരിക, മകനെ അടുത്തു വരിക, നീ എന്റെ മകനെ ഏശാവാകുന്നു അല്ലയോ എന്ന് നീ എന്റെ മകനായ ഏശാവാണോ അല്ലയോ എന്ന് ഞാൻ നിന്നെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് ചെന്നു. യാക്കോബ് പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അവനെ തപ്പി നോക്കി. അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദമാണ്, ശബ്ദം യാക്കോബിന്റെ ശബ്ദമാണ്, പക്ഷെ കൈകൾ ഏശാവിന്റെ കൈകളാണ് എന്ന് പറഞ്ഞു. കൈകൾ ഏശാവിന്റെ കൈകളാണ് എന്ന് പറഞ്ഞു. എത്ര ചാതുര്യത്തോടെയാണ് അവിടെ തൻ്റെ പിതാവിനെ അവൻ കബളിപ്പിക്കുന്നത്. അവൻ്റെ മാതാവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ആ കോലാട്ടിൻ്റെ രോമം എടുത്ത് കയ്യെ വെച്ച് കഴിഞ്ഞ് ഒരിക്കലും മനസ്സിലാകത്തില്ല. കാരണം ഏശാവ് രോമമുള്ളവനായിരുന്നു. തൻ്റെ അപ്പൻ്റെ ദൗർബല്യം, അതായത് കണ്ണിന് കാഴ്ച വ്യക്തതയില്ലെന്ന് മനസ്സിലാക്കിയ ദൗർബല്യം വ്യക്തമാക്കി അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങുന്ന അവസ്ഥ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം നാം ചെയ്യാറില്ലേ? മാതാപിതാക്കളായിരിക്കും, സഹോദര സഹോദരികളായിരിക്കും, മറ്റു ചാർച്ചക്കാരായിരിക്കും, അല്ലെങ്കിൽ ഔദ്യോഗിക രംഗമായിരിക്കും, എന്തിന് നമ്മുടെ ആയിരിക്കുന്ന സഭകളിലും ഇടവുകളിലുമായിരിക്കും, മറ്റുള്ളവരുടെ ദൗർബല്യം മനസ്സിലാക്കി അതിനെ മുതലെടുക്കുന്ന അവസ്ഥ. പ്രിയ സഹോദര സഹോദരികൾ, ഇത് നിലകൊള്ളുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷെ അതിനൊരു കാരണമാണ്, സ്വന്തം ജ്യേഷ്ഠാവകാശം വിറ്റവനായിരുന്നു ഏശാവ് വിശപ്പിന് വേണ്ടി. യാക്കോബ് പണ്ടേ ഉപായിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം നാം ചതിയിലൂടെ നേടുവാൻ പരിശ്രമിക്കുന്ന പല കാര്യങ്ങൾ നേടിയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു കാലയളവ് വരുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, നീ ആരാണെന്ന്, നിന്റെ പേരെന്താണെന്ന്. പക്ഷെ അന്ന് നാം പകച്ചു നിൽക്കുകയാണെങ്കിൽ നാം നേടിയതെല്ലാം ചിലപ്പോൾ നഷ്ടമായി പോകും. 27-24 വായിക്കുമ്പോൾ, നീ എന്റെ മകനായ ഏശാവ് തന്നെയോ എന്നവൻ ചോദിച്ചു. നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ എന്നവൻ അവനോട് ചോദിച്ചു. അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അതെ എന്ന് ഉത്തരം പറഞ്ഞു. ആദ്യം ചോദിച്ച് ഏശാവാണോന്ന്, അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ ആദ്യജാതന ഏശാവാന്ന് പറഞ്ഞു. രണ്ടാമത് അവനെ തപ്പി നോക്കുമ്പോൾ അവിടെയും അവൻ ഏശാവെന്ന് വരുത്തി തീർക്കത്തക്കോണം എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു. ഇത് മൂന്നാമത്തെ പ്രാവശ്യം പിന്നെയും ചോദിക്കും, നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചു. അതെ എന്ന് അവൻ ഉത്തരം. നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായത് ഏശാവ് തന്നെയാണോന്ന് വരുത്തി തീർക്കുവാൻ ഇസാക്ക് ചിന്തിക്കുമ്പോൾ, അതായത് ഇത് ഇസാക്ക് ചോദിക്കുമ്പോൾ അവിടെ യാക്കോബ് വരുത്തി തീർക്കുന്നത്. കാരണം അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി. അതായിരുന്നു ഏശാവിനോട് പറഞ്ഞു, നീ ഇത് കൊണ്ടുവന്ന് എന്നെ കഴിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമെന്ന്. ഇതൊക്കെ ചെയ്ത് അവൻ അനുഗ്രഹങ്ങൾ മേടിച്ച് പിന്നെ മുൻപോട്ട് പോവുകയാണ്. പിതാവിനത് മനസ്സിലാകുന്നില്ല. അവനെ വിളിച്ച് ചുംബിക്കുമ്പോഴും അവൻ ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് അതേ മണമായിരുന്നു. അപ്പോൾ അവൻ തന്നെയാണ് ഏശാവെന്ന് വരുത്തി തീർക്കത്തക്കോണം എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇസാക്കിൻ്റെ അടുത്ത് വരുന്നത്. ഇസാക്കിൻ്റെ അടുത്ത് വന്ന് ആ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹങ്ങൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥ ഏശാവ് വന്ന് പറയുന്നത്, നിന്റെ മകൻ യാക്കോബ് എല്ലാ അനുഗ്രഹങ്ങളും, എനിക്കൊരു അനുഗ്രഹവും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ്റേതായ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ വാശിയോടെ യാക്കോബിനെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി അവൻ്റെ മാതാവ് പറയുന്നത്, നീ ഇവിടുന്ന് പോയി എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ പോയിക്കൊള്ളുക. അവൻ ഒന്നുമില്ലാതെ ആ ഭവനത്തിൽ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടും അവൻ ഒന്നുമില്ലാതെയാണ് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പോകുന്ന വഴിയിൽ അവന് ഒരിടത്ത് ഒന്ന് അല്പം വിശ്രമിക്കുമ്പോൾ, ഒരു കല്ലെടുത്ത് വിശ്രമിക്കുമ്പോൾ യഹോവയായ ദൈവം അവന് ദർശനത്തിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-15 വായിക്കുമ്പോൾ,
ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തു പരിപാലിച്ച് നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്തു പരിപാലിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തും. ഈ ദേശത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുന്നതുവരെയും ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കുന്നത് വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല. അവിടെ ചതിയനായ യാക്കോബിനാണ് ദർശനത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്തു പരിപാലിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരും. അതുകൊണ്ട് ഞാൻ നിന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാകുന്നിടം വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഒരു യഥാർത്ഥമായി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതായത് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ, അവൻ എവിടെ പോയാലും അവനെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരും. അവനോട് കൂടെ ഇരിക്കും, അവനെ കൈവിടുകയില്ല എന്നാണ് പറയുന്നത്. അവയെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ദർശനത്തിൽ നിന്ന് എണ്ണിച്ച് കഴിയുമ്പോൾ യാക്കോബ് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം നടത്തുന്നുണ്ട്. അത് 28-22 വായിക്കുമ്പോൾ, ഞാൻ തൂണായി നാട്ടിയ ഈ കല്ല് ഞാൻ തൂണായി നാട്ടിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമായി തീരും. ദൈവത്തിന്റെ ആലയമായി തീരും. നീ എനിക്ക് തരുന്ന സകലത്തിന്റെയും നീ എനിക്ക് തരുന്ന സകലത്തിന്റെയും ദശാംശം നിശ്ചയമായി ഞാൻ നിനക്ക് നൽകും. ദശാംശം നിശ്ചയമായി ഞാൻ നിനക്ക് നൽകും. അവൻ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു കോൽവടി മാത്രമായിട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടുന്ന് അവൻ ഇറങ്ങി. അവിടെ അവന് ദർശനം കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന് ബേത്തേൽ നിന്ന് പേര് വിളിക്കുക മാത്രമല്ല, അവനൊരു ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. അതായത് നീ എനിക്ക് തരുന്നതിനുള്ളിൽ എല്ലാത്തിലും ഞാൻ ദശാംശം, ഇന്നതിനല്ല എല്ലാത്തിലും ഞാൻ ദശാംശം. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, വിളിച്ചു വേർതിരിച്ച് അനുഗ്രഹത്തിൻ്റെ നന്മകളിലേക്ക് വഴി നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ എത്രയോ കരുണയാണ്, എനിക്ക് ഇത്രമാത്രം അനുഗ്രഹം കിട്ടി. അത് നന്ന തന്നെ. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ ഒരംശം 10-1 ദൈവത്തിനുള്ളതാണ്, ദശാംശം ദൈവത്തിനുള്ളതാണ്. അപ്രകാരം നാം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുമ്പോട്ട് വായിക്കട്ടെ. ഉൽപ്പത്തി 32-24 ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. യാക്കോബ് തനിയെ അവശേഷിച്ചു ഒരു പുരുഷൻ നേരം പുലരുന്നവരെ അവനോട് മൽപ്പിടുത്തം നടത്തി. യാക്കോബ് അവിടുന്ന് പോയി ലാബാന്റെ അടുത്ത് ചെന്ന് പല കാര്യങ്ങൾ പറയും, അതൊക്കെ ചെയ്യും. പക്ഷേ അവൻ പിതാവിനെ കബളിപ്പിച്ചപ്പോൾ ദൈവം പലവട്ടമാണ് അവനെ അപ്രകാരം ഒന്ന് കബളിപ്പിച്ചു വിട്ടത്. 7 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് റാഹേൽ തരുമ്പം ലേഹായെ കൊടുക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ലേഹായുടെ പുത്രനാണ് കർത്താവിൻ്റെ വംശാവലിയിൽ വരുന്ന യൂദ, റാഹേലിൻ്റെ അല്ല. അപ്പം ദൈവം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവൻ റാഹേലിനെ ആഗ്രഹിച്ചെങ്കിലും ദൈവം കൊടുത്തത് ലേഹായെ. ദൈവത്തിൻ്റെ നന്മകൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും അതിനൊരു മാറ്റമില്ല. ദൈവം സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യമാണ്. ഇപ്രകാരം നടന്നപ്പോൾ അവൻ ലാബാനോട്, ഞാൻ റാഹേലിന് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ. അപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവരെ കെട്ടിക്കുകയില്ല. അതിനെന്നാ, ഈ അടുത്ത 7 വർഷം കൂടെ പ്രവർത്തിച്ചുള്ള അവളെ നിനക്ക് നൽകാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, നാം എന്താണ് വിതയ്ക്കുന്നത് അത് തന്നെ നമുക്ക് കൊയ്യേണ്ടി അവസ്ഥകൾ വരും. ഇവിടെ ഒരു മാതാവാണ് അവനെ ഇപ്രകാരം ഒരു പ്രതിസന്ധിയിലേക്ക് കടത്തിവിട്ടെങ്കിലും ദൈവത്തിന് അവനോടൊരു കരുണയുണ്ടായിരുന്നു. ദൈവത്തിന് അവനെ കൊണ്ടൊരാവശ്യമുണ്ടായിരുന്നു. കർത്താവിൻ്റെ വംശാവലിയിൽ വരിക മാത്രമല്ല, ആ വലിയൊരു ജനതയിലേക്ക് അവൻ്റെ പിതാവിന് അബ്രഹാം പിതാവിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം നിറവേറ്റത്തക്കോണം, വലിയൊരു ജനതയാക്കത്തക്കോണം ദൈവം അവിടെ ആരംഭം കൊടുക്കുകയായിരുന്നു. അവനപ്രകാരം അവിടെ 2 ഭാര്യമാരും ആ കുഞ്ഞുങ്ങളെ 11 കുഞ്ഞുങ്ങളെയും അവനുണ്ടായ എല്ലാ നന്മകളും എടുത്ത് അവൻ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക്
ഭവനത്തിലേക്ക് കടന്നു വരുന്ന വഴിയിലാണ് അവനൊരു താക്കീത് പോലെ ലഭ്യമാകുന്ന അവൻ്റെ സഹോദരൻ എതിരേറ്റ് വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഒരിടത്ത് പാർത്ത് മറ്റുള്ളവരെ എല്ലാം ഓരോ സംഘമായി മുമ്പോട്ട് കടത്തിവിട്ട് ഏറ്റവും അവസാനം അവൻ്റെ ഭാര്യയെയും മറ്റ് 11 മക്കളെയും എല്ലാത്തിനെയും അവൻ മറുകര കയറ്റി കഴിഞ്ഞ് അവൻ ഏകനായിരിക്കുമ്പോഴാണ് യഹോവയുടെ ദൂതൻ ഏകനായി പോയി തിരിച്ച് ഏകനായി വന്നിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവൻ്റെ കടന്നു എന്ന് പറയുന്നത്. അതിൻ്റെ 32-ന്റെ 25-ഉം 26-ഉം വായിക്കുമ്പോൾ അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ ഇടുപ്പിൽ തൊട്ടു. ആകയാൽ മൽപ്പിടുത്തത്തിനിടയിൽ അവന്റെ ഇടുപ്പ് ഉളുക്കി. അപ്പോൾ ആ പുരുഷൻ നേരം പുലരുന്നാൽ എന്നെ പോകുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞതിന് നേരം പുലരുന്നതുകൊണ്ട് എന്നെ പോകുവാൻ അനുവദിക്കുന്നത് പറഞ്ഞതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവന് ദർശനത്തിൽ പറഞ്ഞ് മടങ്ങി വരിക, എല്ലാ കാര്യം നിവൃത്തിയാകുന്നോളം ഞാൻ നിന്നോട് കൂടി. അപ്പോൾ പൂർണ്ണ അനുഗ്രഹത്തിലല്ല അവൻ കടന്നുപോയെന്ന് യാക്കോബിനറിയാമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവൻ യഹോവയുടെ ദൂതനുമായി മൽപ്പിടുത്തം നടത്തി പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ്. അവിടെയാണ് ആ ദൂതൻ ചോദിക്കുന്നത്, നിന്റെ പേരെന്താ? അതിന് മറുപടിയാണ്, എൻ്റെ പേര് യാക്കോബ്. തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ 3 പ്രാവശ്യം മാറ്റിപ്പറഞ്ഞ യാക്കോബ് ഇന്ന് പറയുന്നത് എൻ്റെ പേര് യാക്കോബ്. അത് കേട്ട് കഴിയുമ്പോൾ 32-ന്റെ 28-ൽ ആ ദൂതൻ അവനോട് പറയുന്നത്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. എന്തെന്നാൽ നീ ദൈവത്തോടും മനുഷ്യരോടും പൊരുതി ജയിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഈ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മുഖം മൂടി വെച്ചൊരു ആത്മീയ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ള, നിന്റെ പേരെന്ത്? മുഖം മൂടി വച്ച് അനുഗ്രഹങ്ങൾ കവർച്ച ചെയ്യാമെന്ന് ചിന്തിച്ച് നാം മുന്നേറുകയാണെങ്കിൽ അത് സാധ്യമല്ല. ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ ദൈവസന്നിധിയിൽ പറയുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കി അനുഗ്രഹിക്കുന്നത്. തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അവിടെ അവനൊരു പുതിയ പേര് ഇസ്രായേൽ ഒരു ജനതയായി മാറുന്നത്, ഒരു രാജ്യമായി മാറുന്നത്, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത വക്തം ഒരു ജനതയുടെ പ്രവർത്തനമായി മാറുന്നത് എപ്പോഴാണ്? ദൈവം നമ്മോട് കൂടെയുള്ളപ്പോഴാണ്. അതുകൊണ്ട് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മുഖം മൂടി വെച്ചൊരു ആത്മീയ ജീവിതമായി ഇന്ന് വരെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റി സത്യത്തിൻ്റെ പൂർണ്ണതയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം സത്യത്തിൽ ആരാധിക്കുന്ന, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ദൈവമക്കളായി മാറുവാൻ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം നീ കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സർവ്വസ്തുതാംനാഥ, പ്രാവശ്യമുള്ള തന്നെ ജനത്തെ നയിക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം കർത്താവ്. മുഖം മൂടി വെച്ചുള്ള ആത്മീയ ജീവിതം അല്ലാതെ എങ്കിലോ സത്യത്തിൽ നിലകൊള്ളുന്നൊരു ആത്മീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കൃപയുടെ സാന്നിധ്യം ഈ കർത്താവ് ദൂത് കേട്ട മക്കളോടുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തിക്കുന്നത് എല്ലാത്തിനും ഉപരി കർത്താവ് അങ്ങേ മൗക്തീകരിക്കത്തക്കണം. അവിടുന്ന് അന്ന് ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണം. സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.